ഈ നട്ടുച്ച വെയിലത്ത് ഞാൻ ഇങ്ങോട്ടേ വന്നേക്കണേന്ന് വെച്ചാൽ ബ്രോഡ്വേയിലേക്കാണ്. ആര്യക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്, കാരണം അവൾ അടുത്ത മാസം ട്രിപ്പ് പോകുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഇനി വന്നപ്പോൾ മുതൽ കട്ട പോസ്റ്റായിരുന്നു. അതുപോലെ തന്നെ നല്ല വെയിലും. കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നു ആര്യം ഗൗതമി എത്തിയത്. കുറച്ചധികം നാൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. അപ്പം അങ്ങനെ കുറച്ച് കഥകളൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ രാധാകൃഷ്ണയിലേക്കായിരുന്നു. അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയിട്ട് കുറച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തായിരുന്നു. എനിക്കാണെങ്കിൽ തിങ്കൾ തൊട്ട് ശനി വരെ ക്ലാസ്സാണ്. ഗൗതമിക്കാണെങ്കിൽ ശനി ഞായറുമാണ് ക്ലാസ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാണാനായിട്ട് ഭയങ്കര ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ആര്യയായാലും ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ആര്യയുടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സെൻറ്റർ സ്ക്വയറിലേക്കായിരുന്നു. ഞങ്ങൾക്ക് നടന്നു പോകാൻ വയ്യാത്തതുകൊണ്ട് ഓട്ടോ വിളിച്ചിട്ടായിരുന്നു പോയത്. അങ്ങനെ സെൻറ്റർ സ്ക്വയർ എത്തിയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കായിരുന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്താണെങ്കിൽ നൂഡിൽസ് ആയിരുന്നു. ചൈനീസ് നൂഡിൽസ് ആണ്. സംഭവം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ റേറ്റും നല്ല കുറവായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. ആ ടൈമിൽ ഞങ്ങൾ പറയുമായിരുന്നു, പണ്ടൊക്കെ ആണെങ്കിൽ ബുക്കും ബാഗും ഒക്കെയാണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നേച്ചേ. ഇപ്പോഴാണെങ്കിലോ വീട്ടിലായിട്ടുള്ള ഓരോ സാധനങ്ങളാണ് നമ്മൾ പർച്ചേസ് ചെയ്യണേന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഗൗതമി ആണെങ്കിൽ എവിടെയെങ്കിലും ബുക്ക് കണ്ടാൽ പിന്നെ അവിടുന്ന് മാറൂല. അവൾ ബുക്ക് അഡിക്റ്റ് ആണ്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും ഓരോ ഭാഗത്തോട്ട് ബസ്സൊക്കെ കയറിപ്പോയി. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ.